കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ബാറിൽ തർക്കം ഉണ്ടാവുകയും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി സംഭവം സിനിമാ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്ത് രണ്ടാം കേസിന് വിശദാംശം എങ്ങനെയാണ്? അല്ല, ഒരു ബാറിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇതിനകത്ത് ഈ കേസിൽ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവരെ വണ്ടിയെ തടഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഒരാളെ അവിടെ വെച്ച് നോർത്ത് പാലത്തിൻ്റെ മേലിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഈ പരാതിക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നതാണ് പരാതി. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തു നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ. അതിനകത്ത് പ്രതികളായിട്ടുള്ള 3 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ലേഡി കൂടെ ഉണ്ട്, അവരെ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഇന്നലെ അവർ മാറി നിൽക്കുകയാണ്. അതാണ് നിലവിലുള്ള സ്ഥിതി. അതിൻ്റെ അതെ, മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെ വീട്ടിലില്ല. അറിയില്ല എവിടെയാണ് എന്നത്. അല്ല, അത് അന്വേഷണത്തിലാണ്. എക്സാക്ട്ലി എന്താണ് എന്നത് പരാതിയുടെ കാര്യത്തിൽ അവിടെ ബാറിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ വിഷയം സ്ഥിരീകരിക്കണമെങ്കിൽ കുറച്ചുകൂടി അന്വേഷിക്കണം നമുക്ക്. ചെറുതായിട്ട് അവരുടെ കൂട്ടത്തിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സിമ്പിൾ ഹർട്ടിൻ്റെ സെക്ഷൻ കൂടെ ഉണ്ട്. അത് ഇനി കാര്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അത് പറയാൻ പറ്റും. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രാഥമികമായി ഇതിനകത്ത് അവർ 4 പേരുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇന്നലെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരാൾക്ക് വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കേസിൽ നമുക്ക് ഒരു മെയിൽ ID നിന്നാണ് പരാതി വന്നത്. വേറെ പരാതിയിൽ കോൺടാക്ട് നമ്പറോ മറ്റു വിവരങ്ങളോ ഇല്ലാത്തത് കൊണ്ട് മെയിലിൽ നമ്മൾ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ തരാൻ വേണ്ടിയും മറ്റ് അതിനകത്ത് കേസിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യമുള്ള നടപടികൾ നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. അത് കിട്ടിയതോടുകൂടി നമുക്ക് ആവശ്യമുള്ള നടപടി എടുക്കാം. അറിയില്ല, ശരിക്കുള്ള എക്സാക്ട് ഡീറ്റെയിൽസ് നമുക്ക് പരാതിക്കാരെ ബന്ധപ്പെട്ടിട്ട് അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് മതിയായ വിവരങ്ങൾ വേണം. അവരെ കണ്ടു ചോദിച്ചാൽ മാത്രം വിവരങ്ങൾ കിട്ടും.